പെൺകുട്ടിയാരാ? അവളെ വിവാഹം കഴിച്ചത് നാട് വിട്ടു വാപ്പയുടെ ദുശീലങ്ങളോട് പടവെട്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ അവസാനം ആ പെൺകുട്ടി കൊടുത്ത ദൗത്യമേതാ? പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയോ മുലകുടി പ്രായം കഴിയാത്ത പിഞ്ചു പൈതലിനെ തന്റെ പ്രിയപ്പെട്ട കറുകറുത്ത ഭാര്യയുടെ കറുകറുത്ത കരങ്ങളിലേക്ക് കനകം പോലെ കാലത്തിന് വേണ്ടി കാത്തുവെക്കാനൊരു കനകനിധി പോലെ കൈമാറിയിട്ട് ആ ഭർത്താവ് അങ്ങകലേക്ക് നടന്നു പോവുകയോ. പാലുകുടി പോലും മാറാത്ത പിഞ്ചു പൈതലിനെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാറ് വിളിച്ചാൽ ആരും വരാത്ത മരുഭൂമിയിൽ നിൽക്കുമ്പോ ആ ഭർത്താവ് നടന്നു പോവുകയോ. പോകുന്ന ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ്? അള്ളാഹു പറഞ്ഞിട്ടാണോ ഇത്? അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാ. എന്നാൽ ഇതല്ല യുവയനാ, എന്നാൽ എന്റെ റബ്ബെന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. പൊന്നുമോനെ, ആ പാവപ്പെട്ട പെണ്ണ്, ഏകാഗിയായൊരു സുബദ്വീപിൽ എവിടെയപ്പെട്ട പെണ്ണ്, ആ കുഞ്ഞവിടെ കിടന്നിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പൈതാഹം കൊണ്ട് നിലവിളിക്കുമ്പോ ആ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിനെ കൈവാലയത്തിന്റെ മത്താവിൽ കൊണ്ടുപോയി കിടത്തു. മക്കയുടെ മറുഭാഗത്തുള്ള സഫാമലയുടെ പാറക്കെട്ടിൽ കയറൂ. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ അങ്ങകലെ സഫാമലയുടെ പാറക്കെട്ടിൽ നോക്കുമ്പോ കൈവാലയത്തിന്റെ മത്താവിൽ വെച്ച പിഞ്ചു പൈതലിനെ തിന്നാൻ ചെന്നായ വരികയാ. ഇറങ്ങി ഓടാൻ സമയമില്ല. ആരുമില്ലാത്ത മരുഭൂമിയിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ പിഞ്ചു പൈതലിന് ചെന്നായ തിന്നാൻ പോകുമ്പോ സഫാമലയുടെ കരിമ്പാറക്കെട്ടിന്റെ മുകളിലിരുന്നിട്ടൊരു പാവപ്പെട്ട ഭാര്യ ആകാശത്തേക്ക് കൈകളിയെത്തി, റബ്ബേ, എന്റെ പൊന്നുമോനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഹാദറ ഈ പാറക്കെട്ടിൽ വന്നത്. എന്റെ പൊന്നുമോന് പൈതാഹത്തിന് ജലം കൊടുക്കാൻ ആ ചെന്നായെ സിട്ടിച്ചത് നീയാ, എന്റെ കുട്ടിയെ ഒറ്റക്കാക്കിയത് നീയാ. ഹസ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. പൊന്നുമാറേ, കാസർഗോട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഭർത്താവിന്റെ ചാരത്തോട്ടണഞ്ഞ ഒരു പെണ്ണ് കടിക്കാമെന്ന് ചെന്നായ വെള്ളവും കൊണ്ട് ഉമ്മ വരുന്നത് വരെ ആ കുഞ്ഞിന് കാവലിരിക്കുമ്പോ ആ കയ്യിൽ കെട്ട മരുഭൂമിയിൽ കിട്ടിയ ചോര പൈതലിന് 9 വയസ്സ് വരെ വളർത്തി ഉമ്മ. 9 വർഷം ചരിത്രത്തിന്റെ പിൻബല പ്രകാരം 9 വർഷം കഴിയുമ്പോ അന്ന് ഉപേക്ഷിച്ചു പോയ ഭർത്താവ് വരികയാണ്. വന്നവിടെ വന്നപ്പോ പ്രിയപ്പെട്ട ഉപ്പാനെ കയ്യിൽ പിടിച്ച് സ്വീകരിച്ചിരുത്തി മകനായി ഇസ്മായിൽ. ഉപ്പയോട് പരിഭവം പറഞ്ഞില്ല, ഉപ്പയോട് പരാതി പറഞ്ഞില്ല. ഉറങ്ങിക്കിടന്ന് എഴുന്നേറ്റ് പറയുന്നു, ഉപ്പാ, ഓ ഹാദറ, അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോന്റെ കരുത്തിറക്കണം. ചിന്തിച്ചു നോക്ക്, ഇത് വിക്ടർ യുഗോടെ നാടകമല്ല, ഇത് ഷെർലക് ഹോംസിന്റെ കഥാപാത്രമല്ല, ഇത് KPSCയുടെ നാടകമല്ല. എഴുന്നേറ്റ് പറയുമ്പോ 8 വർഷം നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചില്ല. ഞാൻ വളർത്തിയ എന്റെ കുഞ്ഞിനെ തരൂലാന്ന് പറഞ്ഞില്ല. പടച്ചിറപ്പ് പറഞ്ഞതല്ലേ, കൊണ്ടുപോയിക്കൊള്ളൂ. മൂർച്ചയുള്ള പിച്ചാത്തിപ്പിടിയും വലത്തെ കയ്യിൽ തിരികെയുണ്ട്. തന്റെ പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് ഭർത്താവ് പോകുമ്പോ വാതിൽ പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞില്ല പെങ്ങള്, മാനത്തട്ടകസിച്ച് നിലവിളിച്ചില്ല. ചരിത്രം പിന്നെയും ഗതിമാറുകയാണ്. ആരാരും കടന്നു വരാത്ത കരിമ്പാറക്കെട്ടില് പൊന്നുമോനെ മലത്തിക്കിടത്തിയിട്ടു. മൂർച്ചയുള്ള കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കുമ്പോ, ഉപ്പാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്താണ് മോനെ, എന്താണ് മോനെ? ഉപ്പ എന്നെ കമഴ്ത്തി കിടത്തുപ്പാ. എന്റെ മുഖത്ത് നോക്കിയിട്ടുപ്പാക്ക് കരുത്തിറക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാതെ വന്നാൽ അല്ലാഹുവിന്റെ കോപം എന്റെ ഉപ്പാക്ക് കിട്ടില്ലേ? അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് കരുത്തിറക്കാൻ എന്റെ ഉപ്പക്ക് കൈക്ക് കരുത്തില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തുപ്പ. എന്നിട്ട് പറഞ്ഞു, ഉപ്പ, രണ്ടാമത് എന്റെ കൈയും കാര്യം കെട്ടിവെറുക്കണം. എന്തിനാ മോനെ? എന്റെ കരുത്തിറത്തിട്ട് വേദന കൊണ്ട് പൊന്നുമോൻ കൈകാലിട്ടടിച്ച് പിടയുമ്പോ ഉപ്പാടെ മനസ്സ് പതറിപ്പോകും ഉപ്പാ. അതുകൊണ്ട് എന്റെ കൈയും കാലും കെട്ടിവെക്കണേ. മൂന്നാമത് പറഞ്ഞു, ഉപ്പാ, ഉപ്പാ, ഞാൻ എന്റെ കരുത്തിറത്ത് കളഞ്ഞാൽ പിന്നെ എന്റെ രക്തം പറ്റിയ കുപ്പായം എന്റെ ഉമ്മ ഹാദറയെ കാണിക്കരുത്. കടുത്തിറക്കുന്ന നേരത്ത് മോൻ പറയാണ്, എന്റെ രക്തം പറ്റിയ കുപ്പായം എന്റെ ഉമ്മ ഹാദറ ബീവിയെ കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പാ.
ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളും അടക്കമുള്ള ഭർത്താക്കന്മാരോട്, 9 വർഷക്കാലം ഭർത്താവ് ഫലസ്തീനിൽ കിടക്കുമ്പോ തിരിച്ചു വന്ന് കഴുത്തു വെട്ടാ നേരത്ത് ഉപ്പ എന്ന് പറഞ്ഞിട്ട് ഉപ്പാടെ കത്തിക്ക് മുന്നിൽ കഴുത്തു നീട്ടിക്കൊടുക്കുന്ന അനുസരണയുള്ള മകനെ ഈ 9 വർഷം കൊണ്ട് ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? അത് മറ്റാരുമല്ല, തന്റെ ഇബ്രാഹിം എന്ന ഭർത്താവ് അകലെ കിടക്കുമ്പോ ഓരോ സമയത്തും തന്നെ മകനായ ഇസ്മായിലിനോട്, പൊന്നുമോനെ ഉപ്പ നമ്മളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ഉപ്പയെ വെറുക്കരുത്, ഉപ്പ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോയതാണ്, ഉപ്പ പാവമാണ് മോനെ, ഉപ്പ പാവമാണ് മോനെ. ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പാടെ കട്ടതയുടെ കഥകൾ പറഞ്ഞു കൊടുത്തു ഉപ്പയുടെ മനസ്സിൽ സ്നേഹം കൊടുത്ത, ആ മനസ്സിൽ ഉപ്പയെ ചിരപ്പതിട്ട് നടത്തിക്കൊടുത്ത ഭാര്യ ഹാജറ. പെങ്ങളെ, ചെറുപ്പക്കാരാ, നമ്മുടെ വീടിന്റെ ബലവത്തായ തൂണത. നമ്മൾ നമ്മുടെ വീട്ടിലില്ലാതിരിക്കുമ്പോ ഓരോ സമയത്ത് ഭക്ഷണം വിളമ്പി മക്കളുടെ മുമ്പിൽ കൊടുക്കുമ്പോ, മക്കള് ഈ ഭക്ഷണം ഏതെന്നറിയോ? വാപ്പ ഗൾഫിൽ കിടന്ന് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണിത്. നമ്മുടെ വാപ്പ മത്തിക്കച്ചവടം, മത്സ്യക്കച്ചവടം നടത്തി ഉണ്ടാക്കി തന്ന പൈസയാണിത്. പൊന്നുമോനെ, ഈ ചോറ് നിന്റെ വാപ്പ ബേക്കലങ്ങാടിയിൽ ഓട്ടോറിച്ച് ഓടിച്ചിട്ടുണ്ടാക്കിയതാ. നിന്റെ വാപ്പ ഈ ഒരു തരി ചോറിന് വേണ്ടി എത്ര കട്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ കൺമണിയെ? പള്ളിയില് ബാങ്ക് വിളിച്ച് മുഴുവൻ ആളുകളുടെയും ആട്ടുത്തുപ്പും കേട്ട് ജോലി ചെയ്ത് നിന്റെ ഉപ്പ ഉണ്ടാക്കി തന്നതാണിത് എന്ന് ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പാന്റെ കടങ്കഥകളും ഉപ്പാന്റെ ദുഃഖങ്ങളും പറഞ്ഞു കൊടുത്ത് ആ ഉപ്പാടെ സ്നേഹം മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹാദറയെ പോലെ ഒരു ഹാദറയെ കിട്ടിയാ അല്ലാഹുവിന്റെ ഖുർആൻ അതാണ് പറഞ്ഞത്. ആ രീതിയിൽ നിനക്ക് നിന്റെ ഹാദറയെ കിട്ടുക, എന്നിട്ട് നിന്റെ മക്കളെ നന്നായിട്ട് വളർത്തുക. വാപ്പ ഗൾഫിൽ കിടക്കുമ്പോഴും മക്കളെ നന്നാക്കി വളർത്തുക. അങ്ങനെ ഒരു ഭാര്യയായി മാറാൻ എന്റെ പ്രിയപ്പെട്ട ബേക്കല പെണ്ണുങ്ങളോട്. അങ്ങനെ ഒരു ഭാര്യ എങ്ങനെയാകണം? ഭർത്താവില്ല, അവൻ പാവപ്പെട്ടവൻ, ഗൾഫിലാണ്, അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ വിദൂരത്താണ്. ആ സമയത്ത് തന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കേരളത്തിന്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ താരകമായ കടലുണ്ടിപ്പുഴയുടെ തീരങ്ങളുടെ തൊട്ടടുത്ത് ഈ ലോകത്തിന് ശാന്തിയുടെ മന്ത്രം പറഞ്ഞു കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോന് വാപ്പയെ നടനത്തിലും പാപത്തിലും അതേപടി അനുഗ്രഹിച്ച മഹാനായ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഗൾഫ് സത്യധാരയുടെ ലോഞ്ചിങ്ങിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. എന്നിട്ട് മോനെ എഴുതി വെക്കുകയാണ് ഉമ്മയെ കുറിച്ച്. എഴുതുന്ന ആരെ കുറിച്ചിട്ടാണ്? ഉമ്മയെ കുറിച്ച്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ദേശത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പരാതിയുടെയും പരിഭവങ്ങളുടെയും പാണ്ടക്കെട്ടുമായി പാണക്കാട് ചാരുകസേരയിൽ കിടക്കുന്ന ഉപ്പാന്റെ മുമ്പിൽ തിരക്ക് കൂടുമ്പോ രാവിലെ മുതൽ രാത്രി വരെ ആളുകളുടെ പ്രയാസം കേൾക്കാൻ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ ഉപ്പാനെ ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷെ ഉപ്പ എത്ര തിരക്കിലാണെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് കഴിഞ്ഞാൽ സൂറത്തിൽ വാക്യ ഓതാതെ, സൂറത്ത് യാസീൻ ഓതാതെ ഉമ്മ രാത്രിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല. ആരാണ് എഴുതി വെക്കുന്നത്? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യയെ കുറിച്ചു സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്റെ ഉമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് എന്റെ ഉമ്മ? വാപ്പയുടെ തിരക്കിന്റെ ഇടയില് യാസീനോടാടെ മക്കളെ നിങ്ങൾക്ക് ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞു തർബിയത്ത് നടത്തിയ ഞങ്ങളുടെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആവുക ചരിത്രത്തിന്റെ ആയുഷയാവുക, ചരിത്രത്തിന്റെ സഫിയാവുക, ചരിത്രത്തിന്റെ സൗദയാകാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വീടിനെ നീ അലങ്കരിക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ വീടിനെ അലങ്കൃതമാക്കി തരുമാറാകട്ടെ. ഈ ഒരു ഭാര്യ അതിന്റെ അകത്തുണ്ടാവണം. എന്നിട്ട് 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ വീട് ബറക്കത്തുള്ളതാക്കി തരും. അല്ലാഹു നമ്മുടെ വീട് അനുഗ്രഹീതമാക്കി തരട്ടെ. വീടിൽ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ നോക്കട്ടെ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒത്തിരി ഉണ്ട്. കൈ ഒന്നുകൂടി ഒന്ന് പൊക്ക്. താഴ്ത്തല്ലേ? റോട്ടിലുള്ളവർക്കൊന്നും അനുഗ്രഹം വേണ്ട. ഒന്ന് പൊക്ക് മനുഷ്യന്മാരെ. ഈ കൈയല്ലേ യദുല്ലാഹി ഫൗക അയ്ദിഹിം. അള്ളാഹുടെ സഹായം നമുക്ക് അല്ലാഹു താത്തിയിടും. എന്നാ ഞാനിനി വെറുതെ വാതു പറഞ്ഞ് കരയിപ്പിച്ചു പോകലല്ല. 3 കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്യണം.
ഈ വിഷയം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ ഞാൻ പറയാം. 3 കാര്യങ്ങൾ ചെയ്യണം. ഇൻഷാല്ലാ ചെയ്യോ? ഉറക്കെ പറ, ചെയ്യൂ, ഉറക്കെ പറ ഇൻഷാല്ലാ. അങ്ങനെ പറയും. ഇതാണ് കാസർഗോട്ടുകാരുടെ ഇൻഷാല്ലാ. കാസർഗോഡുകാര് നല്ല ആളുകളാണ്, നല്ല ആവേശം എല്ലാത്തിനും ഉണ്ട്. ആ ആവേശം നമ്മുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും ആവേശം ഉണ്ടാവും. സ്റ്റേജ് കെട്ടാൻ മാത്രമല്ല, ഉറൂസ് നടത്താൻ മാത്രമല്ല, അതിൽ കിട്ടുന്ന ദീനിയായ പ്രതിഫലത്തിന് ആവേശം ഉണ്ടാകണം. അള്ളാഹു ആവേശത്തെ നിലനിർത്തി തരട്ടെ. നല്ല സന്തോഷമുള്ളവരാണ് ഇവിടെ വരുമ്പോൾ. അൽഹംദുലില്ലാ, നല്ല സ്നേഹം, സ്വീകരണം, ഭക്ഷണം. പക്ഷേ കാസർഗോഡ് ഭക്ഷണം മാത്രമേ എനിക്ക് പിടിക്കൂല. എന്താണെന്നറിയില്ല, ഞാൻ കൊണ്ട് ഒരിടത്തുനിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. പക്ഷെ ഇന്ന് ബഷീർക്കാടെ വീട്ടിൽ നല്ല ഭക്ഷണമായിരുന്നു. ബഷീർ നല്ല അള്ളാഹു ആ കുടുംബത്തിന് ഐശ്വര്യം ചൊരിയട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഭക്ഷണം തഴവ ഉസ്താദ് തന്നെ പാടിയിട്ടുണ്ട് അല്ലേ? കാസർഗോഡ് ഏറ്റവും കൂടുതൽ വാള് പറഞ്ഞ ആളാണ് തഴവ ഉസ്താദ്, നിമിഷ കവിയാണ്. തഴവ ഉസ്താദ് പോലും പറഞ്ഞത്, വാളിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. തഴവ ഉസ്താദ് പാടിയെന്നാണ്. ഇങ്ങോട്ട് വരുമ്പോ ഭക്ഷണശൈലിയൊക്കെ മാറും. വാളിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ എന്ന് മഹാനായ തടവ ഉസ്താദിനെ അല്ലാഹു മറക്കത. അള്ളാഹു മഹാനവർക്കുള്ള ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലാണ് ആദ്യം നമ്മൾ പരിവർത്തനം ഉണ്ടാക്കണം. നാട്ടിലല്ല. നമ്മുടെ വീട് മാറിയാൽ, ഒരു മഹല്ലിലെ മുഴുവൻ വീടുകൾ മാറിയാൽ ആ മഹല്ല് മുഴുവൻ നന്നായി. അപ്പൊ ആദ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ വീടിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യണം. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ആമീൻ പറ. നമ്മുടെ വീട് പിശാചിന്റെ വീടാവരുത്. നമ്മുടെ വീട് പിശാചിന്റെ വീട്. അതിനെന്ത് ചെയ്യണം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, എല്ലാത്തിന്റെ അടിസ്ഥാനം വീടാണ്. ഞാൻ അവസാനം വരെ പറയാം. ബക്കറ്റൂരൊന്നും ഇല്ലേ? ലാസ്റ്റ് ഉള്ള അജീറെ ബക്കറ്റൂരില്ലേ? എപ്പോഴാ ലാസ്റ്റ്? കായുണ്ടെന്ന് തോന്നണട്ട, തിരുവൊന്നും വേണ്ട. അള്ളാഹു നിലനിർത്തി തരട്ടെ. അത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് വിഷയം പറയാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഇടയിൽ പിരിവ് ഒക്കെ ആയി കഴിയുമ്പോൾ വിഷയം മാറിപ്പോകും. ഒന്ന്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയും ഉസ്താദന്മാരൊക്കെ ഒത്തിരി വാള് പറയാം, എന്നാലും നമുക്കിത് മനസ്സിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം നിങ്ങളുടെ വീട് ലാ തജ്അലു ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖബറകളാക്കരുത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ലാ തജ്അലു ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖബറകളാക്കരുത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലോ ഖബറൊന്നും കെട്ടരുതെന്നാണ് അതിന്റെ അർത്ഥം. എന്താ അതിന്റെ അർത്ഥം? ഇപ്പോഴോ അതുകൊണ്ട് വാക്ക് പറഞ്ഞ ലാ തജ്അലു ബുയൂതക്കും മഖാബിറ, എന്ന് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖബറകളാക്കരുത്. ഓരോരുത്തരും വീട് കെട്ടിവെച്ചാൽ മാത്രം പോരാ, ഭാര്യക്കും മക്കൾക്കും താമസിക്കാൻ കൊടുത്താൽ മാത്രം പോരാ. നബി ഹുറൈറ റളിയല്ലാഹു തആല സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാൻ, ലാ തജ്അലു ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത്. എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ പോയാൽ നിശബ്ദതയാണ്, എല്ലാവരോടും ചുമ്മാ കിടക്കും, ഒരനക്കം ഉണ്ടാവില്ല. നിങ്ങളുടെ വീടുകളിൽ ഒരനക്കമില്ലാതെ, ഒരു ദിക്റില്ലാതെ, ഒരു സലാത്തില്ലാതെ, ഒരു ഖുർആൻ ഇല്ലാതെ മയ്യത്തുകൾ കിടന്നുറങ്ങണ ഭൂമി പോലെ നിങ്ങളുടെ വീടാവാൻ പാടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വീട് ഇപ്പൊ അങ്ങനെയല്ലേ? യാസീൻ ഓതാൻ എത്ര വീടുണ്ട്? നമ്മൾ സാധാരണ ശ്രദ്ധിച്ചു കേട്ടോളീൻ, നമ്മുടെ കുട്ടികൾ ഇന്ന് പിശാചിന്റെ നടുവിലാണ്. ലാപ്ടോപ്പുകൾ, മൊബൈലുകൾ, വാട്സപ്പുകൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മോൾ വേറെ ചെറുപ്പക്കാരന്റെ, ലണ്ടനിലുള്ള ചെറുപ്പക്കാരനുമായി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് അവൾ ഒളിച്ചോടി. അയാളോ വിദ്യാഭ്യാസ വകുപ്പിലെ വലിയ ഉദ്യോഗസ്ഥൻ. അങ്ങനെയാണ്. ഈ പണ്ടുപോലെ ആളുകൾ, ഈ മുസ്ലിയാക്കന്മാര് മൺവെട്ടി മാതിരിയാണ്, ഇങ്ങോട്ടേ വലിക്കുള്ളൂ. വെട്ടുക മാടത്ത് ഇങ്ങോട്ട് വലിക്കും. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ മുസ്ലിയാക്കന്മാര് JCB ആണ്, ഇങ്ങോട്ടും വലിക്കും അങ്ങോട്ടും തള്ളും.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക ഇൻഷാ അല്ലാഹ്, അതിന് 3 സ്വലാത്തിൽ നമുക്ക് ഈ വിഷയം പറഞ്ഞു തീർക്കാം ഇൻഷാ അല്ലാഹ്. അവസാനം ഒരു നല്ല ദുആയോടുകൂടി സദസ്സ് പിരിയണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ ഹദീസ് പറയുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്താദേ ഇത്രയേറെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിട്ടും ഞാൻ എന്റെ റൂമിന്റെ അപ്പുറത്തിരിക്കുമ്പോ എന്റെ മകൾ ലണ്ടനിലുള്ള ചെറുപ്പക്കാരുമായി ചാറ്റ് ചെയ്യുന്നത് ഒരു റൂമിന്റെ ഭിത്തിയുടെ അപ്പുറത്തിരിക്കുന്ന എനിക്കറിയാൻ കഴിഞ്ഞില്ല. പാതിരാ സമയത്ത് മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ കാമുകന്മാരുമായി ചാറ്റ് ചെയ്യുന്ന മക്കളുടെ കാലം ഹബീബായ നബി തങ്ങൾ പറയാ, ഓരോ ഗൃഹനാഥന്മാരോട് ഞാനും നിങ്ങളും അടക്കമുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ലാ തജഅലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകൾ പോലെ ആവരുത്, ശ്മശാനങ്ങളെ പോലെ. ഒരു ഖുർആനോടാണ് ദിക്റല്ലാതെ സ്വലാത്തുതല്ലാതെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാന ഭൂമികളാക്കരുത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, മഗ്‌രിബിന്റെ സമയമാകുമ്പോ മക്കളെ കൊണ്ട് സൂറത്തുൽ വാഖിഅ ഓതിപ്പിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സൂറത്ത് യാസീൻ ഓതണം. ഏത് സമയത്തും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ദിക്റുകൾ കേൾക്കണം, സലാത്തുകൾ കേൾക്കണം. പണ്ടൊക്കെ മാരകമായ രോഗങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഒരു കാലത്ത് ഈ കാസർഗോഡുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ജീവിച്ചിരുന്നപ്പോ അവര് നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയമാകുമ്പോ നഫീസത്തുമാല അവരൊക്കെ ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. മഹതിമാരുടെ മഹാന്മാരുടെ കാര്യങ്ങൾ പാടിപ്പുകത്തിയപ്പോ ഓരോ സുബഹി കഴിഞ്ഞിട്ട് യാസീനോതുന്ന വീടുകളിൽ അവിടെ ദാരിദ്ര്യം പെടുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോ, നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ വഴിതെറ്റി പോകുമ്പോ +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടി കല്യാണത്തിന്റെ തലേ ദിവസം അവള് ഒളിച്ചോടുമ്പോ നമ്മളൊക്കെ പറയാ അവളെ പിശാച് വഴിതെറ്റിച്ചു പോയി. ഒരേ ഒരു ഹദീസ് പറയട്ടെയോ, നമ്മുടെ വീടുകളെ പിശാചുകളുടെ ഭവനങ്ങളാവരുത്. നമ്മുടെ പെൺമക്കളെ വഴിതെറ്റിക്കുന്ന, നമ്മുടെ ആൺമക്കളെ മദ്യപാനികളാക്കുന്ന, അവരുടെ ഹൃദയത്തിലേക്ക് വസ്വാസ് കൊടുക്കുന്ന ഓരോ രീതിയിൽ നമ്മുടെ മക്കൾ വഴിതെറ്റാനുള്ള കാരണമേതാ? നമ്മുടെ വീടുകളിലെ പിശാചുക്കളുടെ വാസസ്ഥലമായതാ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ. ഇതേവരെ പർദ്ദയിടുന്ന പെൺകുട്ടികള് കുറെ കഴിയുമ്പോൾ ജീൻസ് ഇടുന്നു, ടീഷർട്ട് ഇടുന്നു. എന്താ കാരണമേടോ? അതൊക്കെ പിശാച് നയിക്കുന്ന ദുർബോധനങ്ങളാണ്. അല്ലാഹു സൃഷ്ടിച്ച കോലത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരമേടാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ഇന്ന ശൈത്താന യൻഫുറു, പിശാച് പേ പിടിച്ചതുപോലെ ഓടി ഒളിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിന്നെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ഏത് വീട്ടിലാണ് ബഖറ പാരായണം ചെയ്യാറുള്ളത്? ഉസ്താദേ, സൂറത്തുൽ ബഖറയൊക്കെ വലിയ സൂറത്തല്ലേ? 7 മണി മുതൽ 10:30 മണി വരെ സീരിയൽ കാണുന്നവള് 3.5 മണിക്കൂർ കഴിഞ്ഞില്ല മോന്. ഞായറാഴ്ചകളിൽ വീടുകളിൽ നിന്നിട്ട് തൊലിയുരുന്ന പെണ്ണിന്റെ സിനിമ കാണുന്നവള് യഥാർത്ഥത്തിൽ സിനിമ കണ്ടിട്ട് എന്താ ബോധമുള്ളത്? കള്ളു കുടിക്കാൻ പഠിപ്പിച്ചതാരാ സിനിമ? കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചതാരാ സിനിമ? പെണ്ണിനെ കണ്ടാൽ കാമം തോത്തുന്ന പാട്ടുപാടാൻ പഠിപ്പിച്ചതാരാ സിനിമ? ബാങ്ക് കൊള്ളയെടുക്കാൻ ഉപായം പറഞ്ഞു തന്നതാരാ സിനിമ? ഒരു പെണ്ണിനെ കടന്നു പിടിച്ച് കുത്തിക്കൊന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ട് വിദഗ്ധമായി ഒളിപ്പിക്കാൻ തന്ത്രം പഠിപ്പിച്ചു തന്ന മാധ്യമമേതാ സിനിമ? ഇത് മുഴുവനും നമ്മുടെ മക്കളെ കാണിപ്പിക്കുമ്പോ 2 മണിക്കൂറൊക്കെ നമ്മുടെ മക്കള് ഈ തമ്മാടിത്തരം കാണിക്കുമ്പോ
ഒരു ദിവസം നിനക്ക് ഒരു 3/4 മണിക്കൂറുണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ ഓതാ. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ നിത്യവും പാരായണം ചെയ്താൽ അവിടെ പിശാചിന്റെ വാസസ്ഥലമാവില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഈ വാല് കേട്ടിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ ബഖറ ഓതണം. ചെറുപ്പക്കാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളോട് നിനക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ കാണാം, ഇദാ ദഖല റജുലു ബൈതഹു, ഏതെങ്കിലും ഒരു പുരുഷൻ അവന്റെ വീട്ടിലോട്ട് കയറി, വീട്ടിലോട്ട് വന്ന് കയറിയ ഉടനെ അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്തു. അവൻ കയറി അൽഹംദുലില്ലാഹ്, അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്തു. എന്നിട്ടാണ് അവൻ അങ്ങോട്ട് കയറിയതെങ്കിൽ അവൻ വീട്ടിലോട്ട് കയറിയപ്പോഴും രാത്രിയിൽ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയ ഉടനെ അവൻ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി. അത്താഴം ഭാര്യ വിളിച്ചു വിളമ്പിയപ്പോ അത്താഴം കഴിക്കുന്ന സമയത്ത് അവൻ വീണ്ടും അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞു ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവൻ 2 പ്രാവശ്യം ആ ഗൃഹനാഥൻ അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പിശാച് തന്റെ കൂട്ടാളികളോട് വിളിച്ചു പറയും, കൂട്ടാളികളെ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞിരിക്കുകയാ. ലാ മബീത ലക്കും വലാ അശാ, ലാ മബീത ലക്കും വലാ അശാ. ഇന്ന് നമുക്കിവിടെ താമസിക്കാനും പറ്റില്ല, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമില്ല. കാരണം കയറിയപ്പോഴും ദിക്ർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചപ്പോഴും ദിക്ർ പറഞ്ഞു. ആ സമയത്ത് ഓരോ വീട്ടിലും രാത്രിയിൽ പിശാചുക്കളെ കിടക്കാൻ വരും. ഒരു ഗൃഹനാഥനായ പുരുഷൻ ദിക്ർ പറയും, അവന്റെ രാപ്പാർക്കലില്ലാതാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അശായിന്റെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞാൽ അതോടൊപ്പം അവന്റെ ഭക്ഷണവും ഇല്ലാതാവുമെന്ന്. അതല്ല, ഒരു മനുഷ്യൻ വീട്ടിലോട്ട് കയറി, അല്ലാഹുവിന്റെ പേരവൻ പറഞ്ഞില്ല, കയറിയപ്പോ പേര് പറഞ്ഞില്ല. അപ്പൊ പിശാച് വിളിച്ചു പറയും, കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസിക്കാം, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു പറയും, കൂട്ടുകാരെ, ഇന്ന് ഈ വീട്ടിൽ കിടക്കാനേ നമുക്ക് സൗകര്യമുള്ളൂ. ഇന്ന് നമുക്കിവിടെ ഭക്ഷണമില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും നമ്മുടെ വീടുകൾ അല്ലാഹുവിന്റെ ദിക്റുകളുടെ ഭവനങ്ങളായി മാറണം. വീട്ടിലോട്ട് കയറുമ്പോ ദിക്ർ പറയണം, ഭക്ഷണം കഴിക്കുമ്പോ ദിക്ർ പറയണം. പിശാചിനെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കണം. നമ്മുടെ ഇന്നത്തെ മക്കളോട് +1 പഠിക്കുന്ന പെൺകുട്ടിയോട്, മോളെ അവന്റെ കൂടെ പോകരുത്, വാപ്പാടെ കാര്യം നോക്കിയാ മതി, എനിക്കിപ്പോ പ്രായബുദ്ധിയായോ, ഇല്ലെങ്കിൽ ഞാൻ വനിതാ കമ്മീഷന്റെ വാപ്പയ്ക്കെതിരെ കേസ് കൊടുക്കും. ആരാ പറയുന്ന തലമുറ? നിങ്ങൾ പൊട്ടിച്ചിരിക്കണ്ട. കേരളത്തിലെ പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോയില് ഒരു പെണ്ണിന് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കോടതിയിലെത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞത്, ഉമ്മയുടെ കാര്യം നോക്കിയാൽ മതി, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ പോയത്? ഒരു കാലത്ത് വാപ്പാടെ മുമ്പിലൂടെ നടക്കാത്ത മക്കൾ ബഹുമാനം കണ്ടാൽ പുറകുവശത്തെ വാതിലിലൂടെ ബഹുമാനത്തോടെ ഇറങ്ങിപ്പോയ മക്കൾ. ഇന്ന് ആ മക്കൾ എഴുന്നേറ്റ് നിന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുമ്പോ എവിടെയാണ് തെറ്റുപറ്റിയത്? ലോകത്തിന്റെ പുരോഗതിയല്ല, കണ്ണു വന്ന വിവര സാങ്കേതിക വിദ്യയല്ല, നമ്മുടെ കാരണവന്മാര് വീട്ടിൽ വെച്ചിരുന്ന നന്മകളില്ലാതായി. പണ്ട് കാലത്ത് നമ്മളൊക്കെ കേട്ട് വളർന്ന വീട്ടിലെ ശബ്ദമേതാ? തൊട്ടിലിൽ കിടക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടേതാ? അലാ ഇലാഹ ഇല്ലല്ലാഹു, അലാ ഇലാഹ ഇല്ലല്ലാഹ്, അലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തൊട്ടിലിൽ കിടന്ന് അമ്മിഞ്ഞപ്പാല് വയറ് നിറച്ചു കുളിച്ചിട്ട് കവിളിലൂടെ ഒലിച്ചിറങ്ങി ആ കൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയപ്പോ ഉമ്മാന്റെ ചെഞ്ചുണ്ടിൽ നിന്ന് താരാട്ട് പാട്ട് കേട്ടത് അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മ, അവന്റെ ജമാലിയത്തിന്റെ പേരാ നമ്മുടെ ഹൃദയത്തിലോട്ട് അങ്ങ് തളച്ചു കയറി. ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, പിന്നെ താരാട്ട് പാടി ഉമ്മ കൊച്ചിനെ ഉറക്കാൻ പഠിപ്പിച്ചു തന്നത് സൂപ്പർമാന്റെ കഥയല്ല, ടോം ആൻഡ് ജെറിയുടെ
കാർട്ടൂണല്ല, ഉറങ്ങാൻ വാപ്പ വെച്ചു കൊടുത്തത് ഏതെങ്കിലും ഡ്യൂട്ടി ആർമിയുടെ കോമഡി സീരിയലല്ല, ഡ്യൂട്ടി ആർമിയുടെ ഗെയിമുകളല്ല. പിന്നെ ഉമ്മ തട്ടിലി കിടന്നപ്പോ നമ്മളോട് പറഞ്ഞത് രാമോനെ വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം ആരംഭ പുനനാരമേ. ഉമ്മ തൊട്ടിലി കിടന്നപ്പോഴേ ചെവിയിൽ വെച്ച് പറഞ്ഞത് ഖൈബറിന്റെ മുത്ത് അലിയയാണ്, ഫാത്തിമയുടെ ഭർത്താവലിയാണ്. ആ ചരിത്ര പദങ്ങൾ പിഞ്ചിളം പ്രായത്തിലെ നെഞ്ചിൽ ചേർത്ത് വളർത്തിയ മക്കള് ഉപ്പാന്റെ മുമ്പിലൂടെ നടന്നിട്ടില്ല മോനെ. അതുകൊണ്ട് ഞാൻ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, നമ്മുടെ വീടുകളെ ശ്മശാനങ്ങളാവരുത്. മഗ്‌രിബ് കഴിഞ്ഞ് മക്കളെ ഇരുത്തണം, എന്നിട്ട് ഇരുത്തിയിട്ട് അവരോട് പറയണം മക്കള് അപ്പുറത്തെ വീട്ടിലെ ഹിന്ദുവിന്റെ വീട് കണ്ടോ, അവിടെ തലമുതിർന്ന അമ്മ എഴുന്നേറ്റ് കുളിച്ചിട്ട് തുളസിക്കതിരും മടിയിൽ ചൂടി ആ വീട്ടിലെ മുഴുവൻ കൊച്ചുമക്കളെയും ഇരുത്തി നിലവിളക്ക് കൊളുത്തി ആ വീട്ടിലെ മുത്തശ്ശി അമ്മ ഇരുന്നിട്ട് സന്ധ്യാനാമം ജപിക്കുന്നത് കണ്ടോ മക്കളെ. ആ അമ്മയുടെ ചുറ്റുഭാഗത്ത് കൊച്ചുമക്കൾ ഇരിക്കുന്നു, അമ്മയുടെ മരുമകൾ ഇരിക്കുന്നു. സന്ധ്യക്ക് ഐശ്വര്യം വരുമെന്നവര് കരുതുന്നു. എന്നിട്ട് അവര് വട്ടത്തിലിരുന്നിട്ട് വീട്ടിലെ തലമുതിർന്ന അമ്മ പാടിക്കൊടുക്കുന്നു രാമ 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 പാകിമാ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമാ, രാവണാന്തക മുകുന്ദ രാമ രാമ പാകിമാ, കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിത, കട്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര, കട്ടിവാരിതേ ജയാ മുകുന്ദ രാമ പാകിമാ. സന്ധ്യക്കിരുന്നിട്ട് ഹൈന്ദവ സഹോദരങ്ങള് ഞങ്ങളുടെ കട്ടതകൾ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടോ മക്കളെ. സുബഹിന്റെ ബാങ്ക് മുണങ്ങിയപ്പോ നമ്മുടെ വീട്ടില് മക്കളെ എഴുന്നേൽപ്പിക്കണം. മക്കളെ അപ്പുറത്ത് നിന്ന് സുബഹി കേട്ടു, ഇപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കേട്ടോ കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാപ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം, ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ, ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോക്യം മംഗളം ഗുരു, കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലധനോ. മക്കളെ ഭക്തിയുടെ സമയമായി എഴുന്നേക്കും മക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യം ചൊരിയട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബത്തെ അങ്ങനെ ആക്കട്ടെ. പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് കേട്ടപ്പോ ഭാര്യ എഴുന്നേറ്റ് നോക്കുമ്പോ ഭർത്താവ് ഉറക്കമാണ്, കുലുക്കി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്ത് തെളിച്ചിട്ട് എഴുന്നേക്ക്, അല്ലാഹുവിന്റെ സുബഹിന്റെ ബാങ്ക് കേട്ടോ എന്നൊരു പെണ്ണ് പറഞ്ഞാൽ ഭർത്താവ് എഴുന്നേറ്റപ്പോ ഭാര്യ ഉറക്കത്തിലാണ്, കുലുക്കി വിളിച്ചിട്ടവൾ എഴുന്നേറ്റില്ല. ഭാര്യ എന്തിനു കുറ്റം പറയണം? നമ്മുടെ വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് നമ്മുടെ ഉമ്മ, ഏറ്റവും അവസാനം കിടക്കുന്നത് നമ്മുടെ ഉമ്മ. ഭക്ഷണം വിളമ്പി തന്ന് നമ്മൾ ബെഡ്റൂമിൽ പോകുമ്പോ വിളമ്പിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീട് മുഴുവനും വൃത്തിയാക്കി അവസാന കിടപ്പറയിൽ വന്നത് എന്റെ ഉമ്മയാണ്. അവള് ക്ഷീണത്തോടെ കിടക്കുമ്പോ കുലുക്കി വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റില്ല. അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഭാര്യയുടെ മുഖത്ത് തെളിച്ചിട്ടു ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ച ഭാര്യ ഭർത്താക്കന്മാർ ആ വീട്ടിൽ അല്ലാഹു കരുണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ വീട് അനുഗ്രഹപൂരിതമാക്കട്ടെ. അല്ലാഹു ഒരു പിതാവിന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. അവനവന്റെ വീടിന്റെ മുകളിൽ ഒരു കുടുംബത്തിൽ അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആ വലിയ റൂമിന്റെ മുകളിൽ തൂക്കിയിടാൻ എത്ര ഹാങ്ങിങ് ലൈറ്റ് ആണ് വാങ്ങിക്കുന്നത്. ബാംഗ്ലൂരും ദുബൈയിൽ നിന്ന് ലക്ഷത്തിന്റെ ലൈറ്റുകൾ നമ്മൾ തൂക്കിയിടാറുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയാ ഒരു കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചൂരലവൻ തൂക്കിയിട്ടിട്ടുണ്ട്. തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ ഒരു വടി കോന്തായത്തിൽ തൂക്കിയിട്ട വാപ്പക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1.5 ലക്ഷത്തിന്റെ ലൈറ്റ് തൂക്കിയപ്പോ നമ്മൾ മറന്നു പോയത് വഴിതെറ്റിപ്പോയ മക്കളെ അടിക്കാൻ 2 രൂപയുടെ വള്ളിച്ചൂരൽ വാങ്ങിക്കാൻ നമ്മൾ മറന്നുപോയി. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? എവിടെയാ നമുക്ക് പിഴച്ചത്? എവിടെയാ നമുക്ക് പിഴച്ചത്? പണ്ട് വാപ്പ തല്ലി വളർത്തി. കാരണം അന്ന് 16 മക്കളുണ്ട് വാപ്പാക്ക്. മക്കളുണ്ടാണ് ഓമയ്ക്ക കുത്തിയിടും പോലെ പപ്പായ കുത്തി ഒന്നി കുത്തിയ പലത് ചാടും.
അമ്മാതിരി മക്കളുണ്ടായി. ഇന്ന് വി ടു അവർ ടു, നാം രണ്ട് നമുക്ക് രണ്ട്. ചിലർക്ക് ബറക്കത്തിന് വേണ്ടി മുറിയേ ഉള്ളൂ, അടിക്കൂല പിടിക്കൂല. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വടി തൂക്കിയിട്ട വാപ്പ അള്ളാഹു ബറക്കത്ത്. എന്റെ വീട്ടിൽ 4 ചൂരല, അപ്പൊ 4 അനുഗ്രഹമാണ്. നമ്മളും അടിക്കൂല, പള്ളിക്കല മൂല അടിച്ചാന്ന് അങ്ങേരെ നമ്മൾ മഹലിന്ന് പുറത്താകും. ഞാൻ ബോൺവിറ്റയും ബൂസ്റ്റും കൊടുത്ത് വളർത്താൻ എന്റെ കുട്ടി അടിക്കാൻ നീ ആരുടെ മൂലിയാര്? മൂലിയാർ അടി കൊടുത്താൽ മൂലിയാർ ഒന്നാവാന്, മൂലിയാർ പടിക്ക് പുറത്ത്. ആർക്ക് നഷ്ടം? ആർക്ക് നഷ്ടം? എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് ഒരു ബൂസ്റ്റും ബോൺവിറ്റായി അല്ല, 1 കിലോ ഹോർലിക്സിലുള്ള മുഴുവൻ പോഷകാഹാരവും ഒരു ചക്കക്കുരുവിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് മക്കൾക്ക് കൊടുത്തിട്ട് അടി കൊടുക്കൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ പാലിൽ ഹോർലിക്സ് അണ്ണാക്കിലോട്ട് തള്ളിക്കയറ്റും. 1 കിലോ ഹോർലിക്സിൽ ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ടോ ആ വൈറ്റമിൻസ് മുഴുവനും ഒരു ചക്കക്കുരുവിലുണ്ട്. നിങ്ങൾ ചോദിച്ചോ ഡോക്ടർമാരോട്. ആ ചക്കക്കുരു ഉണക്കി അതിന്റെ മുകളിലെ ബ്രൗൺ കളറുള്ള പാട തോല് കളയാതെ ഉണക്കി പൊടിച്ചു കൊടുത്താൽ 1 കിലോ ഹോർലിക്സിന്റെ മക്കാമിലാണ്. വക്കാമത്ത് മക്കാമ ഇല്ലത്തിം ഇല്ലത്തി. നമ്മൾ കൊടുക്കൂല. നമ്മൾ ഹോർലിക്സ് അവസാനം അവൻ 10 വയസ്സാകുമ്പോഴില്ല 40 ദിവസമായ ബ്രോയിലർ കോഴി മാതിരി അവൻ കമന്നൊന്ന് വീണ കാല് ഒടിയും കൈ ഒടിയും. നമ്മുടെ ഉപ്പാപ്പ പ്ലാവിന്ന് വീണിട്ട് പോലും നഖം പോയിട്ടില്ല, കാരണം എല്ലിന് ബലമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിലൊരു വടി തൂക്കണം. എന്തിന്? നമ്മുടെ മക്കളെ തർബിയത്ത് ചെയ്യാൻ. സമയായോ? സമയായോ? ഇതങ്ങ് രസം പിടിച്ചല്ലേ? വിഷയത്തിന്റെ പകുതിയായില്ല. അള്ളാഹു പറയാൻ ബോധം നൽകട്ടെ, അള്ളാഹു പറയാൻ തൗഫീക്ക് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകണോ? നിങ്ങളുടെ വീടുകളില്ലാത്ത നിങ്ങളുടെ വീടുകളിൽ എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റുകൾ, ഖുർആനുകൾ, സലാത്തുകൾ. മഗ്രിബ് കഴിഞ്ഞ് മക്കളെ ഇരുത്തിയിട്ട് സലാത്ത് ചൊല്ലിക്കണം. ഇത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കും. അള്ളാഹു തൗഫീക്ക് നൽകി. 2. അപ്പൊ 1 വിശദീകരിക്കാൻ സമയമില്ല, കുറെ സൂറത്തുകളൊക്കെ ഉണ്ട്. സൂറത്തുൽ ബഖറ ഓതണം. ശൈത്താൻ അവിടെ നിൽക്കൂല, ഓടും. നമ്മുടെ മക്കള് നല്ല രീതിയിലാവും. ദിവസവും ബഖറ ഓതണം വീട്ടിൽ. സഹിഹായ ഹദീസാണ്, റവാഹു മുസ്ലിം. 2, എല്ലാവരും പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് ഉസ്താദേ. വീട്ടിൽ ഒരു ബറക്കത്തും ഇല്ല, ആകെ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഏത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടില്ല, എന്ത് ചെയ്താലും സർവ്വതും പരാജയമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടുത്തൂല ഉസ്താദേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വീട്ടിലൊരു ബറക്കത്തില്ല. എന്താ കാരണം? ഇവിടെ എന്നെ നോക്ക്. എന്നേക്കാളും ഗ്ലാമറുള്ളവരൊക്കെ അവിടെ കാണും. നിങ്ങൾ നോക്കട്ടെ, ഇപ്പം നോക്കിയാൽ ഇപ്പം ഞാനാണ് ഇവിടുത്തെ മഹാനവറുകൾ. ഞാൻ പോയി കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ഇപ്പം ഇവിടെ വാതു പറയണ ഈ സാധു അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വാതു പറയുമ്പോൾ അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് വാതു പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറി.